ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴത്തോരു മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ റീത്താമ്മ സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലെത്തി സ്റ്റാലിൻ ജോസഫുമായി വഴക്കിടുകയായിരുന്നു. അലീനയെ ചൊല്ലിയായിരുന്നു വഴക്ക്. അലീനയെ അവിടെ വിളിച്ചു കൊണ്ടുവന്നതിനും അവിടെ നിർത്തി താമസിപ്പിച്ചതിനുമായിരുന്നു വഴക്കുണ്ടാക്കിയിരുന്നത്. അങ്ങനെ റീത്താമ്മ സ്റ്റാൻലിയോട് പറയാണ്, ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും സ്റ്റാൻലി എത്ര മാനക്കേടുണ്ടാക്കുന്ന കാര്യമാണ് ചെയ്തതെന്ന് അറിയാമോ? ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതേക്കുറിച്ച് ചോദിക്കാനായി റീത്താമ്മ തൻ്റെ 4 ആങ്ങളമാരെയും കൂട്ടി വരുമെന്ന് പറയുന്നു. സ്റ്റാൻലി ജോസഫിന് ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യം അരിച്ച് കയറി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം പറയുന്നത് 24 വർഷങ്ങൾക്ക് മുൻപ് താൻ ചെയ്തൊരു തെറ്റ് തിരുത്താൻ ശ്രമിച്ചതിൽ എന്താണ് തെറ്റ് എന്നാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ നെൽസമ്മയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ താനുമായിട്ട് ഡിവോഴ്സ് ചെയ്യാമെന്നും റീത്താമ്മയോട് സ്റ്റാലിൻ ജോസഫ് പറയുന്നു. ഇങ്ങനെ അവിടെ നിന്ന ടെൽസമോളോട് റീത്താമ്മ പറയാണ്, ഇങ്ങനെ ഒരു പപ്പയുടെ മകളായി ജനിച്ചതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ നാണക്കേട്. ഇത് കേട്ടതും സ്റ്റാലിൻ ജോസഫ് ഉടനെ തന്നെ റീത്താമ്മയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അങ്ങനെ ദേഷ്യത്തോടെ റീത്താമ്മ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ റീത്താമ്മ അവിടുത്തെ ജോലിക്കാരെ വിളിച്ച് ചോദിക്കുകയാണ്, എന്താടോ അൻ്റെപ്പ ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നത്? നിങ്ങളെല്ലാവരും ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അൻ്റെപ്പനോട് ചോദിക്കുകയാണ്. ആരും തങ്ങൾക്കൊന്നും അറിയില്ലെന്ന മട്ടിലാണ് അവിടെ നിന്നത്. അവിടുത്തെ ജോലിക്കാരോട് പറയാണ്, അലീനയെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണം. വല്ല പാഷാണം കലക്കിയോ കുരുടം കലക്കിയോ എന്തെങ്കിലും കൊടുത്തിട്ട് അവളെ അവിടെ നിന്നും പുറത്ത് ചാടിക്കണമെന്ന് അവരുടെ ജോലിക്കാരോട് പറയുന്നു. ഇത് കേട്ട് പൗലോസ് പറയാണ്, അവൾ അങ്ങനെയൊന്നും പോവില്ല. തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ കുറേ നോക്കിയതാ, പക്ഷെ താൻ വിട്ടുകൊടുത്തില്ലെന്നും പൗലോസ് അഭിമാനത്തോടെയാണ് റീത്താമ്മയോട് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് നല്ല ദേഷ്യത്തിലായിരുന്നു നമ്മുടെ റീത്താമ്മ. അവൾക്ക് അലീനയെ ഒന്ന് കാണണമെന്ന് ജോലിക്കാരോട് പറയുകയും ചെയ്തു. അങ്ങനെ റീത്താമ്മയും ടെൽസമോളും കൂടി അലീനയെ കാണാൻ വേണ്ടി റൂമിലേക്ക് ചെന്നു. അലീനയ്ക്ക് പെട്ടെന്ന് വരെ കണ്ടപ്പോൾ ആരാണെന്ന് മനസ്സിലായില്ല. പക്ഷേ ടെൽസമോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അലീനയെ. അവർ നല്ല കൂട്ടായി. പെട്ടെന്ന് തന്നെ പരിചയപ്പെട്ടു. പപ്പയുടെ മോളാണെന്നും അഞ്ചലിലാണ് താമസം എന്നൊക്കെ പറഞ്ഞ് അവർ പരിചയപ്പെട്ടു. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിന്ന റീത്താമ്മ ടെൽസമോളെ ഇങ്ങോട്ട് മാറ്റി നിർത്തി. അങ്ങനെ റീത്താമ്മ അലീനയുമായി തട്ടിക്കയറി. ആരാ മനസ്സിലായില്ല എന്ന് റീത്താമ്മയോട് അലീന പറഞ്ഞപ്പോൾ, മനസ്സിലാക്കി തരാം, ഞാനും തൻ്റെ കുടുംബവും ആരാണെന്ന് മനസ്സിലാക്കി തരാമെന്ന് റീത്താമ്മ പറഞ്ഞു. 90 ദിവസത്തിനകം ഇവിടെ നിന്ന് പോകണമെന്നും റീത്താമ്മ അലീനയ്ക്ക് വിലക്ക് നൽകി. അങ്ങനെ ദേഷ്യത്തോടെ ടെൽസമോളെയും കൊണ്ട് റീത്താമ്മ പോകാനിറങ്ങിയപ്പോൾ ടെൽസമോൾ അവിടെ നിൽക്കുകയാണ്. തനിക്ക് ഒരു ചേച്ചി ഇവിടെ ഉണ്ട്, താനിവിടെ നിൽക്കുകയാണ്, നാളെ വരെ എന്നൊക്കെ പറഞ്ഞ് ടെൽസമോൾ അവിടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പിടിച്ച പിടിയാലെ തന്നെ റീത്താമ്മ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോയി. അവർ പോയതിന് ശേഷം ആൻ്റപ്പനാണ് റീത്താമ്മ ആരാണെന്നും ടെൽസമോൾ ആരാണെന്നൊക്കെ അലീനയോട് പറഞ്ഞത്. അങ്ങനെ അവർ പോയ ശേഷം സ്റ്റാലിൻ ജോസഫ് അലീനയുടെ അടുത്ത് വരികയാണ്. അദ്ദേഹം നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അലീനയോട് പറയുകയാണ്, എന്താണ് റീത്താമ്മ വന്നിട്ട് നിന്നോട് ചോദിച്ചത്? അലീന പറഞ്ഞു, തന്നോട് 90 ദിവസത്തിനകം ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് സ്റ്റാൻലി പറയാണ്, നിന്നെ ഇറക്കി വിടാനൊന്നും അവരൊന്നും വളർന്നിട്ടില്ല. തൻ്റെ കുടുംബം തന്നിൽ നിന്നും അടർത്തി മാറ്റിയത് അവരാണ്. തൻ്റെ ചിലവിലാണ് അവർ കഴിയുന്നത്. വീട് വെച്ച് കൊടുത്തത് താനാണ്, കാറ് വാങ്ങിക്കൊടുത്തത് താനാണ്, അവർക്കുള്ള പൈസയൊക്കെ താൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ആ സ്ത്രീ തന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. തൻ്റെ കുടുംബത്തെ 2 ദിക്കിലേക്ക് മാറ്റിയതിന് കാരണക്കാരിയും അവർ തന്നെയാണ്. അവരെയാണ് താൻ ഈ ലോകത്തെ ഏറ്റവും വെറുക്കുന്ന സ്ത്രീ. അവർക്ക് 10 നാക്കാണ്. സ്റ്റാലിൻ ജോസഫ് അലീനയോട് പറഞ്ഞു. അലീന, നിന്നെ സംരക്ഷിക്കാൻ ഞാനേ ഉള്ളൂ എന്ന കാര്യം അവരും നീയും മനസ്സിലാക്കണം. ഇതും പറഞ്ഞ് സ്റ്റാലിൻ ജോസഫ് അവിടെ നിന്നും നടന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം റീത്താമ്മ കുടുംബപരിവാരങ്ങളുമായി വന്ന് അലീനയെ എങ്ങനെ ഇറക്കി വിടുമെന്ന്. ഇതിനെതിരെ സ്റ്റാൻലി എങ്ങനെ പ്രതികരിക്കുമെന്നും നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.